മഹാന്മാർ പറഞ്ഞതുപോലെ അർബഉ ഖിസാലിൻ തുഫ്സിദുൽ ഖൽബ്, 4 കാര്യങ്ങൾ അത് മനുഷ്യൻ്റെ ഹൃദയത്തിനേക്ക് കേടുവരുത്തുന്ന. ആ 4 കാര്യങ്ങളിൽ നിന്നുള്ള ഒന്നെന്താ? മുജാറാത്തുൽ അഹ്മഖ്, ഒന്ന് വിഡ്ഢികളാവുന്നതായ ആളുകളുമായുള്ളതായ സാമീപ്യം. ഫൈൻ ജാറൈതുഹു കുന്ത മിസ്ലഹു, അവനുമായി നീ സമീപിച്ചാൽ നീ അവനെ പോലെയാവും. വൈൻ സക്കത്താൻഹു സലിംത മിൻഹു, അവൻ നിന്നിട്ട് നീ ഒഴിഞ്ഞു നിന്നാലോ നീ അവനെ തൊട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ സഹകരിക്കുമ്പോൾ, നമ്മൾ സമീപിക്കുമ്പോൾ നമുക്കുള്ളതായ സുഹൃത്ത്, ആ സുഹൃത്ത് ആരാന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ സുഹൃത്ത് നമ്മളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നതായ സുഹൃത്തുക്കളാവണം. അങ്ങനത്തെ സുഹൃത്തുക്കളോട് കൂടിയുള്ളതായ ബന്ധമാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത്. മറ്റൊന്ന് കസുറത്തു ദുനൂബ്, ദോഷങ്ങൾ അധികം ഉണ്ടാവുക, ദോഷങ്ങൾ പെരുപ്പിക്കന്നെ. അതുകൊണ്ടാണല്ലോ എൻ്റെ റസൂലും അള്ളാഹു ഒക്കെ പറഞ്ഞത് കുല്ലു ഹസനത്തിൻ ബിഅശ്രി അംസാലിഹാ, ഒരു നന്മക്ക് 10 കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ദോഷങ്ങളെ നമ്മളിൽ നിന്നുണ്ടാവുള്ളൂ. ദോഷങ്ങളെ നമ്മൾ സാധാരണ മനുഷ്യന്മാരിൽ നിന്ന് അധികം ഉണ്ടാവുന്നത് ദോഷങ്ങളാണ്. അത് മുസ്ഇദത്തുൽ ഖുലൂബ്, ഒരു ദോഷം ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷത്തിൻ്റെ അഥർ, അതിൻ്റെ അടയാളം നമ്മുടെ ശരീരത്തിൽ അത് രേഖപ്പെടുത്തപ്പെടുന്ന, നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലും അത് രേഖപ്പെടുത്തപ്പെടും. അതിൻ്റെ കറ അവിടെ വന്നുകൂടും. അതുകൊണ്ടിട്ടാണ് ദോഷങ്ങൾ ചെയ്യൽ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൽബിനെന്താക്കും? നശിപ്പിച്ച് കളയും. കൽബിലുള്ള ഈമാൻ്റെ ആ പ്രകാശത്തിന് അതെന്താക്കും? കെടുത്തു കളയും. മറ്റൊന്ന് വൽ ഖൽവത്തു ബിൻ നിസാ വൽ ഇസ്തിംതാഉ ബിഹിന്ന, ഒന്ന് സ്ത്രീകളുമായും കൊണ്ടിട്ട് എന്താവുക? ഒറ്റപ്പെടുക എന്ന് മാത്രമല്ല, സ്ത്രീകളിലേക്ക് ആകർഷിപ്പിക്കപ്പെടുന്നതായ സർവ്വ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. അത് സ്ത്രീകളെ നമ്മൾ സദസ്സിൽ കൂട്ടലായാലും അതെന്താവണമെന്നറിയോ? പുരുഷനുമായി ബന്ധപ്പെടാത്ത നിൽക്കുക അവരെ കൂട്ടേണ്ടത്. സ്ത്രീകളുമായി ഒറ്റപ്പെടുക എന്ന് മാത്രമല്ല, സ്ത്രീയിലേക്ക് ആകർഷിച്ചും കൊണ്ട് സ്ത്രീകളിലേക്ക് ആകർഷണം ഉണ്ടാക്കി തീർക്കുന്നതായ പ്രവർത്തനങ്ങൾ ഏതുണ്ടോ അതിനെ തൊട്ട് ഒഴിഞ്ഞിക്കുക. അതാണ് ഒരു ഖൽവത്തു ബിൻ നിസാ. പിന്നെ മറ്റൊന്ന് മുജാലസത്തുൽ മൗത, 4മത്തൊന്നായി പറഞ്ഞത് മരണപ്പെട്ടവരുമായുള്ളതായ സാമീപ്യം. എന്താ മരണപ്പെട്ടവരെന്ന് പറഞ്ഞാൽ? ഖീല വമൽ മൗത, എന്താണ് ഈ മരണപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിക്കപ്പെട്ടു ഈ വാക്ക് പറഞ്ഞപ്പോൾ. അപ്പോൾ പറയപ്പെട്ടു ഖാല കുല്ലു വലിയിൻ അബ്തറഹു ഗിനാ, ധനാഢ്യരാവുന്ന ആളുകൾ അവരെ ധനം കൊണ്ടിട്ട് അവരെ അഹങ്കരിക്കുക. അപ്പോൾ ഒരുപാട് ധനാഢ്യരുണ്ടാവും, ധനം കൊണ്ട് അഹങ്കരിക്കാത്ത ആളുകൾ. അങ്ങനത്തെ ധനാഢ്യരുമായിട്ടുള്ളതായ ബന്ധമാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത്. ധനം കൊണ്ട് അഭിമാനിക്കുകയും അതുകൊണ്ട് അഹങ്കരിക്കുകയും ചെയ്യുന്നതായ ആളുകൾ, അവരെ പറ്റി വിശേഷിപ്പിക്കപ്പെട്ടത് അൽ മൗത്താന, മരിച്ചവരെന്ന്. കാരണം അവർ യഥാർത്ഥത്തിൽ അവർ ഹയാത്തുള്ളവരല്ല. ഒരു ഹയാത്തുള്ളവനാണെങ്കിൽ അവൻ്റെ ധനം കൊണ്ട് അവൻ അഹങ്കരിക്കാൻ പാടില്ല. അങ്ങനത്തെവരുമായിട്ടുള്ളതായ ബന്ധം, ആ ബന്ധത്തിന് ഉപേക്ഷിക്കണം. ആ നിലക്ക് ബന്ധങ്ങളിലൊക്കെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചു കൊണ്ടിട്ട് എപ്പോഴും നമ്മളെ ഹൃദയത്തിനേക്ക് തകരാറ് പറ്റുന്നതായ ഒരു ബന്ധം ഉണ്ടാക്കി തീർക്കാൻ ആരും ശ്രമിക്കരുത്. വളരെയധികം ശ്രദ്ധിച്ച് നന്മകൾ ഉണ്ടാക്കി തീർക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വരുമ്പോഴും അവിടെ നമുക്ക് നേതൃത്വം നൽകാൻ പറ്റുന്നതായ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായതുകൊണ്ടിട്ട് അവരൊക്കെ നേതൃത്വത്തിൽ ഇതുപോലുള്ളതായ സദസ്സുകൾ, മറ്റുള്ള ദിക്റിൻ്റെ സദസ്സുകൾ, സ്വലാത്തിൻ്റെ സദസ്സുകൾ, വഅദിൻ്റെ സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നതുകൊണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് ഈമാനികമാവുന്നതായ ഒരു ആവേശം ഉണ്ടാക്കി തീർക്കുകയും അത് കാരണമായി ധാർമ്മികമായുള്ള വളർച്ചയ്ക്ക് അത് കാരണമാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്.